الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. സുഹൈബ് ഇബ്നു സിനാൻ അർ-റൂമി റളിയല്ലാഹു അൻഹുവിനെ മക്കക്കാർ തടഞ്ഞിരിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക്, മദീനയിലേക്ക് ഹിജറ പോകാൻ പറ്റൂല. ഒടുവിൽ മക്കയിലുള്ള സ്വത്തും സമ്പത്തുമൊക്കെ മക്കക്കാർക്ക് വിട്ടുകൊടുത്തിട്ടാണ് സുഹൈബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പലായനം ചെയ്യുന്നത്. മദീനയിലെത്തുന്ന സുഹൈബ് അർ-റൂമി റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുന്നുണ്ട്. റബിഹൽ ബൈഉ, സുഹൈബ്, നിന്റെ കച്ചവടം എത്ര ലാഭകരമായ കച്ചവടമാണ്. ഖുർആനിൽ അള്ളാഹുവിൻ്റെ ആയത്തിറങ്ങി, വമിനന്നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർദാത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തം ശരീരത്തെ വിൽക്കാൻ തയ്യാറായ ആൾക്കാരും മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. അത് സുഹൈബ് റളിയല്ലാഹുവിൻ്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ്. ഇങ്ങനത്തെ എത്ര 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 സുഹൈബുമാരുടെ കഥകളാണ് ഹിജറക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഹിജറ എന്നത് ഒരു പറിച്ചു നടലാണ്. പ്രിയപ്പെട്ടതെല്ലാം ഉപേക്ഷിച്ചിട്ടുള്ള പലായനമാണ്. മറ്റെന്തിനേക്കാളും ഞങ്ങൾക്ക് വലുത് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും ഈ ദീനുമാണ് എന്ന പ്രഖ്യാപനമാണ്. ഹിജറയുടെ ഓർമ്മകൾക്ക് എത്ര കനമുണ്ട്, ഭാരമുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിൽ നിന്ന് ഹിജറ എന്ന അധ്യായം വായിക്കുമ്പോൾ ഈമാനുള്ളവരുടെ കവിൾത്തടങ്ങൾ കണ്ണീർ കൊണ്ട് നനയും. അതൊരു സത്യമാണ്. ഹിജറയുടെ ഓർമ്മകൾ നമ്മുടെ ഈമാനിൻ്റെ ഗ്രാഫ് ഉയർത്തും. വീട്ടിലുള്ള മുഴുവനും നുള്ളിപ്പെറുക്കിയിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പുറപ്പെടുന്നത്. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ അവരാ അനുഭവം പങ്കുവെക്കുന്നുണ്ട്. 5000 6000 ദിർഹം വീട്ടിലുണ്ടായിരുന്നു. അത് മുഴുവൻ എടുത്തിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോയത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പോയതിന് ശേഷം വല്യുപ്പ അബൂ ഖുഹാഫ, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഉപ്പ വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഓൻ പോയല്ലോ, എന്താണ് നിങ്ങൾക്കിവിടെ ബാക്കിയാക്കിയിട്ടുള്ളത്? നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്കിയാക്കിയിട്ടാണോ അവൻ ഹിജറ പോയത്? അന്ന് അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, കണ്ണ് കാണൂല, കാഴ്ചയില്ല.
അപ്പോൾ അസ്മാ ബിൻത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹ കുറച്ച് കല്ലെടുത്തിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പണം സൂക്ഷിക്കുന്നിടത്ത് കൊണ്ടുപോയിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു തുണി വെച്ചു. എന്നിട്ട് വല്യുപ്പൻ്റെ കൈ കൊണ്ടുപോയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പറയാണ്, ഇതൊക്കെ എൻ്റെ ഉപ്പ ഞങ്ങൾക്ക് വേണ്ടി ബാക്കിയാക്കിയതാണ്. ഇതൊക്കെ ബാക്കിയാക്കിയിട്ടാണ് അബൂബക്കർ പോയത്. ഞങ്ങൾ പട്ടിണിക്കിട്ട് ഞങ്ങൾക്കൊന്നും ബാക്കിയാക്കാതെയല്ല ഹിജ്റ പോയിട്ടുള്ളത്, ഇതൊക്കെ ഞങ്ങൾക്കുള്ളതാണ്. അപ്പോൾ അബൂ ഖുഹാഫ സമാധാനിച്ചു എന്നാണ്, ഇതൊക്കെ നിങ്ങൾക്ക് തന്നിട്ടാണല്ലോ പോയത്. അസ്മാ ബിൻത്ത് അബീ ബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വല വല്ലാഹി മാ തറക്കലന അബീ ഷൈഅ, എന്നാൽ ഒരു ചില്ലിക്കാശ് പോലും ഞങ്ങളുടെ ഉപ്പ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ബാക്കി വെച്ചിരുന്നില്ല. പക്ഷേ എൻ്റെ ഉപ്പ പുറപ്പെട്ടിട്ടുള്ളത് ദീനിൻ്റെ മാർഗത്തിലാണ്, അള്ളാഹുവിൻ്റെ വഴിയിലാണ്. ആ ഉപ്പ ഒരിക്കലും വല്യുപ്പയുടെ മുമ്പിൽ ചെറുതാകാൻ പാടില്ല എന്ന ചിന്തയായിരുന്നു അസ്മാ ബിൻത്ത് അബീ ബക്കർ റളിയല്ലാഹു അൻഹയുടെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നുള്ളത് ചരിത്രത്തിലെ വേറൊരു അത്ഭുതമാണ് അല്ലേ. നമുക്കൊരു 30,000 40,000 ശമ്പളം ഉണ്ടെങ്കിൽ അതിലൊരു 500 റുപ്യ കൊടുത്താൽ അതെന്നെ വലിയ കാര്യമാണ്. ഞാനെന്തോ വലിയ സംഭവം ചെയ്ത പോലെയാണ് നമുക്കുണ്ടാവുക. ദീനിൻ്റെ മാർഗത്തിൽ എല്ലാം ചെലവഴിക്കുമ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പേടിയിലും ബേജാറിലുമാണ് ഉണ്ടായിരുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയി. പിന്നെ 2-3 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരിപ്പിൽ കിടന്നത് അലി റളിയല്ലാഹു അൻഹുവാണ്. അത് ശത്രുക്കളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമായിരുന്നില്ല അലി റളിയല്ലാഹു അൻഹു മക്കയിൽ തങ്ങിയത്. മറിച്ച് മക്കക്കാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ചിട്ട് മുഹമ്മദ് നബിയുടെ കയ്യിൽ കൊടുത്ത സൂക്ഷിപ്പ് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. നബിയോട് അവർക്ക് എത്ര ശത്രുതയുണ്ടായിരുന്നു നമ്മൾ ആലോചിക്കുക. പക്ഷേ നബി അവർക്ക് വിശ്വാസമായിരുന്നു. മുഹമ്മദിനെ ഏൽപ്പിക്കാം, മുഹമ്മദിനെ വിശ്വസിക്കാം. അപ്പം ആ സൂക്ഷിപ്പ് മുതലുകൾ അതിൻ്റെ ഉടമസ്ഥർക്ക് തിരിച്ചേൽപ്പിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തരവാദിത്തപ്പെടുത്തിയത് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, ഹിജ്റ എന്ന് പറഞ്ഞാൽ ഒരു ടൂറ് പോവല്ലല്ലോ. ജനിച്ചു വീണ നാട്ടിൽ നിന്ന്, കളിച്ചു വളർന്ന മണ്ണിൽ നിന്ന് എല്ലാം പറിച്ചെടുത്തിട്ടുള്ള പലായനമാണ്. ആ സമയത്ത് ഒരു മനുഷ്യൻ്റെ മനസ്സെത്ര അസ്വസ്ഥമായിരിക്കും, അയാൾ അനുഭവിക്കുന്ന ടെൻഷൻ എത്രയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സങ്കടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വസിച്ചേൽപ്പിച്ച ആ മുതലുകൾ തിരിച്ചു കൊടുക്കാൻ മറന്നിട്ടില്ല അല്ലേ. അമാനത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അള്ളാഹു പറഞ്ഞു, ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർദി വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിൽനഹാ വഅശ്ഫഖ്ന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന ദലൂമൻ ജഹൂല. അള്ളാഹു അമാനത്ത് കാണിച്ചു കൊടുത്തു. ഇതൊക്കെ നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ കൂലിയുണ്ട്. ആ അമാനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വീഴ്ച വരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ശിക്ഷയുമുണ്ട്. പർവ്വതങ്ങൾ അത് ഏറ്റെടുത്തില്ല, ആകാശങ്ങൾ അത് ഏറ്റെടുത്തില്ല, ഭൂമി അത് ഏറ്റെടുത്തില്ല. പേടിച്ചിട്ട് ബേജാറായിട്ട് മനുഷ്യന്മാരത് ഏറ്റെടുത്തു. അള്ളാഹു പറയാണ്, ഇന്നഹു കാന ദലൂമൻ ജഹൂല, അവൻ അങ്ങേയറ്റത്തെ അക്രമിയാണ്, അവിവേകിയാണ്. അപ്പം ആ അമാനത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ശ്രദ്ധിച്ചിരുന്നു എന്ന് നമ്മൾ ആലോചിക്കുക. ചില ആൾക്കാരൊക്കെ കടം വാങ്ങിയിട്ടാണ്ട് പോകും. കടം ചോദിക്കാനൊക്കെ വലിയ ഉഷാറായിരിക്കും. പിന്നെ ആ കടം തിരിച്ചു കിട്ടാനുള്ള ഒരു ഇടങ്ങറ് ഭയങ്കരമാണ്. ഏതെങ്കിലും ഒരു സാധുവിന് ആ കടം തിരിച്ചു ചോദിക്കാൻ മടി കൂടിയാണെങ്കിൽ ആ വാങ്ങിക്കൊണ്ടുപോയ 25,000 പോയ വഴി കാണൂല. അത് നാളെ തരാം, മറ്റന്നാൾ തരാം, അടുത്ത മാസം തരാം, എന്നിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവാൻ. എത്ര മോശമായ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഈ ദീനും വലിയ താടിയും നിസ്കാരവും ദീനിൻ്റെ കാര്യത്തിലൊക്കെ വളരെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാർ പോലും സാമ്പത്തിക രംഗത്ത് വളരെ മോശമാണ്. ഓരോടൊരു ഇടപാട് നടത്താൻ പറ്റൂല എന്ന് നമ്മളെ പറ്റിയിട്ട് വേറൊരാൾ പറയുന്നുണ്ട് എങ്കിൽ അതെത്ര ഗൗരവത്തിൽ നമ്മൾ കാണണം. അത് അമാനത്താണ്. കടം നമ്മൾ വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അതിന് പറഞ്ഞൊരു ഡേറ്റ് ഉണ്ട് എങ്കിൽ, തിരിച്ചു തരാമെന്ന് പറഞ്ഞൊരു സമയമുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ തിരിച്ചു കൊടുക്കണം. ഇനി ആ സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കടം വാങ്ങിയവനോട് പറയണം, എനിക്കിപ്പോൾ തരാൻ കുറച്ച് ടൈറ്റാണ്, ശമ്പളം കിട്ടിയിട്ടില്ല, നിങ്ങളൊന്നുകൂടിയൊക്കെ ഒന്ന് കാത്തുക്കി. ഇതൊരു വിവരമില്ല. കടം വാങ്ങിയിട്ടാണ്ട് പോയാൽ പിന്നെ ഈ കൊടുത്തോൻ്റെ കഴിവനുസരിച്ചിട്ടാണ് അത് തിരിച്ചു കിട്ടുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലു മാ യുഹ്റാഖു മിൻ ദമി ഷഹീദ്, ഒരു ഷഹീദിൻ്റെ ശരീരത്തിൽ നിന്ന്
ഒന്നാമത്തെ തുള്ളി രക്തം പുറത്തേക്ക് തെറിക്കുമ്പോൾ യുഗ്ഫറു കുല്ല ദംബ്, എല്ലാ തെറ്റുകളും അള്ളാഹു എനിക്ക് പുറത്തു കൊടുക്കുന്നാർ. എല്ലാ തെറ്റുകളും അള്ളാഹു എനിക്ക് പുറത്തു കൊടുക്കും. ഇല്ലദ്ദൈൻ, കടം അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. ഒരു ഷഹീദിൻ്റെ ശരീരത്തിൽ നിന്ന് ഒന്നാമത്തെ തുള്ളി ചോര പുറത്തേക്ക് തെറിക്കുമ്പോൾ ഓൻ ചെയ്ത മുഴുവൻ തെറ്റുകളും അള്ളാഹു പുറത്തു കൊടുക്കും. കടം അള്ളാഹു വിട്ടുകൊടുക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സാമ്പത്തിക ഇടപാടുകളിൽ സത്യസന്ധതയും സൂക്ഷ്മതയും കാത്തു സൂക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബിമാരുടെയും ജീവിതം നമ്മൾ വായിക്കണം. ആ ചരിത്രത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. വസ്സാബിഖൂന അൽ-അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻ. അള്ളാഹു തൃപ്തിപ്പെട്ടവരാണവർ, അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടവരാണവർ. അവരുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. നമ്മൾ ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം തുടക്കം മുതൽ ഒടുക്കം വരെ വായിച്ചു നോക്കിയിട്ടുണ്ടോ? ബദറിൻ്റെ ചരിത്രവും മുഹദിൻ്റെ ചരിത്രവും തബൂക്കും ഖന്തക്കും ഹുനൈനും ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ? ഹിജറയുടെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തായിഫിലേക്കുള്ള യാത്ര നമ്മൾ വായിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ശഅബ് അബീ താലിബിൽ 3 വർഷം പട്ടിണി കിടന്നത് നമ്മൾ വായിച്ചിട്ടുണ്ടോ? ആ ഹിജറയുടെ ചരിത്രവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും അവരിലേക്ക് ഇനിയും നമുക്ക് എത്ര ദൂരമുണ്ട് എന്ന്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോരാൻ കഴിയാതെ മക്കക്കാർ ബന്ദികളാക്കി വെച്ച കുറച്ച് തടവുകാരുണ്ടായിരുന്നു മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിച്ചൊരു സഹാബിയായിരുന്നു മർസദ് ബിൻ അബി മർസദ് റളിയല്ലാഹു അൻഹു. നല്ല ആരോഗ്യമുള്ള ഒരു സഹാബി. അങ്ങനെ അദ്ദേഹം ഒരു രാത്രി പാത്തുപതുങ്ങി മക്കയിലെത്തി. മക്കക്കാർ തടവിൽ വെച്ചിട്ടുള്ള ആൾക്കാരെ മോചിപ്പിച്ച് മദീനയിൽ എത്തിക്കലാണ് ലക്ഷ്യം. അപ്പോൾ ആ നിലാവുള്ളൊരു രാത്രിയാണ് മർസദ് ബിൻ അബി മർസദിനെ വഴിയിൽ വെച്ചിട്ട് അനാക്ക് എന്നൊരു പെണ്ണ് കാണുകയാണ്. അത് മക്കയിൽ അറിയപ്പെട്ട വേശ്യയാണ്. പോരാത്തതിന് ജാഹിലിയത്തിൽ മർസദിൻ്റെ കൂട്ടുകാരിയായിരുന്നു. അപ്പം അനാക്ക് കാലങ്ങൾക്ക് ശേഷം മർസദിനെ കാണുകയാണ്. അപ്പോൾ ചോദിച്ചു, മർസദാണോ? അതെ, മർസദാൻ. ഫബിത് ഇൻദന അല്ലൈല, ഈ രാത്രി നമുക്ക് ആസ്വദിക്കാം, നമുക്ക് ഉഷാറാക്കാം, ഇന്ന് എൻ്റെ കൂടെ കഴിയാം. അപ്പോൾ മർസദ് ബിൻ അബി മർസദ് പറയുന്നുണ്ട്, യാ അനാഖു ഹറമല്ലാഹു സിന, അള്ളാഹു സിന ഹറാമാക്കിയിട്ടുണ്ട്, എനിക്ക് വ്യഭിചാരം പറ്റൂല. ആരും അറിയാൻ പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരുള്ളത് മദീനയിലാണ്. ഈ രാത്രിയിൽ അനാക്കിൻ്റെ കൂടെ ചെലവഴിച്ചാൽ ആരും കാണാൻ പോകുന്നില്ല. പക്ഷേ മർസദിന് ഒറ്റ കാരണമാണുള്ളത്, ഒരു തടസ്സമാണുള്ളത്, അത് അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ദേഷ്യത്തിന്, അത് വിസമ്മതിച്ചതിൻ്റെ വിരോധത്തിൽ അനാക്ക് ഉച്ചത്തിൽ വിളിച്ച് പറയുന്നുണ്ട്, യാ അഹ്ലൽ ഖിയാം, മക്കക്കാരെ വിളിച്ചിട്ട് പറയാൻ, ഇതാ നിങ്ങളുടെ തടവുകാരെ മോചിപ്പിച്ച് കൊണ്ടുപോകാൻ മദീനയിൽ നിന്ന് മർസദ് വന്നിട്ടുണ്ട്, ഓനെ പിടികൂടണം. അപ്പോൾ മർസദ് ബിൻ അബി മർസദ് പറയാണ്, ഒരു 5-6 ആൾക്കാർ എൻ്റെ പിന്നാലെ കൂടി, ഞാൻ അവിടുന്ന് ജീവനും കൊണ്ട് ഓടി ഒരു ഗുഹയിൽ ഒളിച്ചു. പിന്നീട് അവർ കുറേ തപ്പി തെരഞ്ഞു. അവസാനം അവർ എൻ്റെ ഗുഹയുടെ മുകളിൽ വന്ന് നിന്നിട്ട് മൂത്രമൊഴിക്കുന്നൊക്കെ ഉണ്ട്. ആ മൂത്രമൊക്കെ എൻ്റെ തലയിൽ വീഴുന്നു. പക്ഷേ അള്ളാഹു എന്നെ സംരക്ഷിച്ചു. അത് കഴിഞ്ഞിട്ട് മദീനയിൽ തിരിച്ചെത്തി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മർസദ് ബിൻ അബി മർസദ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, യാ റസൂൽ അല്ലാഹ്, അൻകിഹു അനാഖൻ, എനിക്ക് അനാക്കയെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ആ ചോദ്യത്തിലുണ്ട് മർസദും അനാക്കയും തമ്മിലുള്ള കണക്ഷൻ എത്ര ആഴത്തിലുള്ളതായിരുന്നു എന്ന്. 2 തവണ ആ ചോദ്യം മർസദ് ആവർത്തിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങുകയാണ്, അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രികതൻ വസ്സാനിയതു ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക്. അല്ലേ, ഒരു വ്യഭിചാരിണിയായ പെണ്ണിനെ ഒരു വ്യഭിചാരിയോ അല്ലെങ്കിൽ ഒരു മുശ്രിക്കോ കല്യാണം കഴിക്കുള്ളൂ, അത് മുസ്ലിമിന് അനുവദനീയമല്ല. ആ ആയത്തിറങ്ങിയതിന് ശേഷമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മർസദിന് മറുപടി കൊടുക്കുന്നത്. മർസദ് അംഗീകരിച്ചു, പ്രശ്നമില്ല, അള്ളാഹു പറഞ്ഞതാണോ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണോ അത് അംഗീകരിക്കാൻ ഞങ്ങൾ റെഡിയാണ്. അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പകരം എൻ്റെ റബ്ബ് അതിനേക്കാളും നല്ലത് തരുമെന്ന തിരിച്ചറിവ് സഹാബിമാർക്കുണ്ടായിരുന്നു. ഈ മർസദൊക്കെ ഹിജ്റയുടെ ഓർമ്മകളിലുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, മർസദിനെ നമുക്കറിയുമോ? അബൂബക്കറിനെ നമുക്കറിയുമോ? നമ്മുടെ മക്കൾക്ക് അറിയുമോ? ഖാലിദ് ഇബ്നു വലീദിനെയും സുമയ്യയെയും നമ്മുടെ കുട്ടികൾക്ക് അറിയുമോ? നമുക്കറിയുമോ? സഹാബിമാരെ അടുത്തറിയുക എന്നുള്ളത്
ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഹബ്ബു സഹാബത്തി കുല്ലിഹിം ലി മദ്ഹബു വ മവദ്ദത്തുൽ ഖുർബ ബിഹാ അതവസ്സലു. ഓരോ സഹാബിയെയും സ്നേഹിക്കുക എന്നത് നമ്മുടെ അഖീദയാണ്, നമ്മുടെ വിശ്വാസമാണ്. സഹാബിമാരെ അടുത്തറിയാതെ നമുക്ക് എങ്ങനെയാണ് അവരെ സ്നേഹിക്കാൻ കഴിയുക? ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുമ്പോൾ പോർച്ചുഗലിൻ്റെയും അർജൻറ്റീനൻ്റെയും ബ്രസീലിൻ്റെയൊക്കെ സ്കോഡ് ചോദിച്ചാൽ അത് മണിയായിട്ട് അക്ഷരം തെറ്റാതെ നമ്മളെ കുട്ടികൾ പറയും, നമ്മളും പറയും. അതാണ് നമ്മളെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഒരു 10 സഹാബിൻ്റെ പേര് ചോദിച്ചാൽ പറയാൻ നമ്മുടെ കയ്യിലില്ല. അപ്പം നമ്മുടെ ഒരു നിലവാരം എന്താണ്, അവസ്ഥ എന്താണ് എന്ന് നമ്മൾ ശരിക്ക് ആലോചിക്കുക. ആദ്യമായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് ചോദിക്കുന്നുണ്ട്, ഹൽ തദറൂന അവ്വല മൻ യദ്ഖുലുൽ ജന്ന, ആദ്യമായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ സഹാബ? അപ്പോൾ അവർ പറഞ്ഞു അല്ലാഹു വ റസൂലുഹു അലം. അത് സഹാബിമാരുടെ ഒരു മര്യാദയാണ്. അവരോട് നബി എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂലാണ് ഏറ്റവും നന്നായിട്ട് അറിയുന്നവൻ എന്നാണ് അവർ മറുപടി കൊടുത്തിരുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ ഫുഖറാ ഉൽ മുഹാജിറൂൻ, മുഹാജിറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ദരിദ്രരായ ആളുകളാണ് ആദ്യമായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുക, അവർക്കാണ് ആദ്യമായിട്ട് സ്വർഗത്തിൽ കടക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അവരുടെ ശ്രേഷ്ഠത എത്രയാണ്, അവരുടെ മഹത്വം എത്രയാണ് എന്ന് നമ്മൾ ആലോചിക്കുക. നമുക്കൊരു ഹിജറ ഉണ്ട്, നമുക്കും ഒരു ഹിജറയുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള മുസ്ലിങ്ങളൊക്കെ ഓൻ്റെ നാവെന്നും ഓൻ്റെ കയ്യെന്നും കഴിച്ചിലാകണം. വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻ. മുഹാജിർ എന്ന് പറഞ്ഞാൽ അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ എന്താണോ ആ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവൻ മുഹാജിറാൻ. ആ കാര്യങ്ങൾ ഒഴിവാക്കുന്നവൻ, വെടിയുന്നവൻ മുഹാജിറാൻ. ആ മുഹാജിറുകളുടെ കൂട്ടത്തിൽ പെടാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു നമ്മളെ അതിന് അനുഗ്രഹിക്കട്ടെ.